പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള പൊതുചർച്ചയ്ക്ക് ഇന്ന് CPIM കേന്ദ്ര കമ്മിറ്റി കോർഡിനേറ്റർ പ്രകാശ് കാരാട്ടും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും മറുപടി നൽകും. പാർട്ടി പ്ലീനം തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിൽ സംസ്ഥാന നേതൃത്വം പരാജയപ്പെട്ടെന്ന് പ്രതിനിധികൾ വിമർശനം ഉന്നയിച്ചിരുന്നു. 2013 പാലക്കാടും 2015 കൊൽക്കത്തയിൽ നടന്ന പാർട്ടി പ്ലീനങ്ങൾ തെറ്റായ പ്രവണതകൾ തിരുത്താനുള്ള തീരുമാനങ്ങളെടുത്തിരുന്നു. എന്നാൽ ഇത് കൃത്യമായി നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. പ്രാദേശിക തലം മുതൽ ജനങ്ങളും നേതാക്കളുമായുള്ള ബന്ധത്തിൽ ഇത് വിടവുണ്ടാക്കിയെന്നും പ്രതിനിധികൾ കുറ്റപ്പെടുത്തി. സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകളിലെ പ്രശ്നങ്ങൾ എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള പ്രതിനിധികളും ചൂണ്ടിക്കാട്ടി. സഹകരണ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സംസ്ഥാന സമിതി ഇടപെട്ടിട്ടും തിരുത്തൽ നടന്നില്ല. ഇതിനായി പ്രത്യേക മാർഗരേഖ തയ്യാറാക്കണമെന്ന ആവശ്യവും ഉയർന്നു. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെയും വിമർശനമുയർന്നിരുന്നു. നിലപാടുകളിൽ വ്യക്തത വേണമെന്നായിരുന്നു ആവശ്യം. സ്ഥാനമാനങ്ങളിൽ കണ്ണൂർ പക്ഷപാതിത്വവും ആരോപിക്കപ്പെട്ടു. ഇതിനു പുറമെ മന്ത്രിമാർക്കെതിരെയും നവീൻ ബാബുവിന്റെ മരണത്തിൽ PP ദിവ്യക്കെതിരെയും ആശാവർക്കേഴ്സിന്റെ സമരം ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കാതിരുന്ന സർക്കാർ നിലപാടിനെതിരെയുമെല്ലാം വിമർശനങ്ങൾ ഉയർന്നു. വൈകിട്ട് സംഘടനാ റിപ്പോർട്ടിന്മേൽ നടക്കുന്ന ചർച്ചയിൽ CPIM കോർഡിനേറ്റർ പ്രകാശ് കാരാട്ടായിരിക്കും ആദ്യം മറുപടി പറയുക. അതിനുശേഷം പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയിൽ ഉയർന്ന വിമർശനങ്ങൾക്ക് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മറുപടി പറയും. ടീം 24 കൊല്ലം. CPIMന്റെ നയം മാറ്റം പ്രകടമാക്കുന്ന നവകേരള രേഖയിൽ പൊതുചർച്ച തുടരുകയാണ്. CPIM സമ്മേളന വേദിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ശ്രീജിത്ത് തത്സമയം. ശ്രീജിത്ത്, വ്യവസായ മേഖലയിൽ ഉൾപ്പെടെ സ്വകാര്യ നിക്ഷേപം കൂടാതെ സെസ്സും ഫീസും ഒക്കെ ചർച്ച ചെയ്യുന്ന തരത്തിലേക്ക് അതൊരു നയം മാറ്റം എന്ന് നമ്മളൊക്കെ വിലയിരുത്തുമ്പോഴും അതിൽ നയം മാറ്റമില്ല എന്നുള്ളതാണ് പാർട്ടിയുടെ നിലപാട്. ചർച്ച ഏത് തരത്തിൽ പുരോഗമിക്കുന്നു എന്നതിൻ്റെ എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? അനുജ, രാവിലെ 9:30 ആരംഭിച്ച നവകേരള രേഖയിന്മേലുള്ള പൊതുചർച്ച അല്പസമയത്തിനകം ഉച്ചഭക്ഷണത്തിന് പിരിയും. അതോടുകൂടി നമുക്ക് ഈ ചർച്ചയുടെ വിശദാംശങ്ങൾ ലഭ്യമാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും നവകേരള രേഖയുമായി ബന്ധപ്പെട്ട് CPIM ഇതുവരെ സ്വീകരിച്ചിരുന്ന നയങ്ങളിൽ നിന്നൊരു വഴിമാറി നടക്കലാണ് എന്ന കാര്യം ഉറപ്പാണ്. പൊതുമേഖലാ വ്യവസായങ്ങളെ സംരക്ഷിക്കുക എന്ന നിലപാട് സ്വീകരിച്ചിരുന്ന സ്വകാര്യവൽക്കരണത്തെ എതിർക്കുന്ന CPIM ഇപ്പോൾ പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ പുനരുദ്ധാരണം വേണ്ട ഈ PSUകൾ നവീകരിക്കാമെന്നൊരു നിലപാടിലേക്ക് വന്നിരിക്കുന്നു. ഒപ്പം തന്നെ സ്വകാര്യ സംരംഭകർ താൽപര്യം പ്രകടിപ്പിച്ച് മുന്നോട്ട് വന്നാൽ അവരുമായി കരാറിൽ ഏർപ്പെടാമെന്നും വന്നിരിക്കുന്നു. ഇത് പ്രകടമായ നയമാറ്റമായി ചൂണ്ടിക്കാണിക്കുന്നു. ഇതിനോട് എങ്ങനെയാണ് പ്രതിനിധി സമ്മേളനം പ്രതികരിക്കുക എന്നാണ് അറിയാനുള്ളത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ച രേഖയിൽ കാര്യമായ വിമർശനങ്ങൾക്കോ എതിർപ്പുകൾക്കോ സാധ്യതയില്ല എന്നാണ് പൊതുവിൽ പുറത്തുവരുന്ന വിവരം. കാരണം നേരത്തെ നവകേരള കാഴ്ചപ്പാടുമായി ബന്ധപ്പെട്ട് സ്വകാര്യ സർവകലാശാലകൾ അടക്കമുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചപ്പോൾ അതിനെതിരെയൊന്നും കാര്യമായ എതിർപ്പ് വന്നിരുന്നില്ല. എന്തായാലും ചർച്ചയിൽ ഉയർന്ന വിശദാംശങ്ങൾ അല്പസമയത്തിനകം ലഭ്യമാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഉള്ളത്. ശരി, CPIMന്റെ നയം മാറ്റം പ്രകടമാക്കുന്ന നവകേരള രേഖയിൽ മുഖ്യമന്ത്രിയാണ് ഈ രേഖ അവതരിപ്പിച്ചത്. പൊതുചർച്ച തുടരുകയാണ്. അത് ഏത് തരത്തിലേക്ക് പ്രതിനിധികൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു അതിന്റെ വിശദാംശങ്ങളൊക്കെ നമ്മൾ അല്പസമയത്തിനകം പ്രേക്ഷകരിലേക്ക് എത്തിക്കും. നാളെയാണ് മുഖ്യമന്ത്രി ഇതിന് മറുപടി നൽകുന്നത്.